Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ യൂണിറ്റായ സെൽ ക്ലസ്റ്റേഴ്സ് ആണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കേടെറ്റ് 2 സയൻസ്, കേടെറ്റ് 3 നാച്ചുറൽ സയൻസ്, സെറ്റ് അതേപോലെ അതർ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്കും ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതാണ് സെല്ല്. അപ്പോൾ നമുക്കറിയാം എല്ലാ ഓർഗാനിസം സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെല്ല് പല ഡൈവേഴ്സിറ്റിയിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് പല ഡിഫറെൻറ്റ് ഫോംസിൽ സെല്ലുകൾ കാണാം. എല്ലാ സെല്ലും ഒരുപോലെയല്ല ഉള്ളത്. ഇപ്പോൾ ഹ്യൂമൻ ബോഡി തന്നെ എടുക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സെല്ലിന് എക്സാമ്പിളാണ് നെർവ് സെൽസ്, മസിൽ സെൽസ്, ബ്ലഡ് സെൽസ്, ബോൺ സെൽസ്. ഇങ്ങനെ ഒരുപാട് സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്താണ് ടിഷ്യൂസ് എന്ന് നോക്കാം. ടിഷ്യൂസ് എന്ന് പറയുന്നത് സിമിലർ സെൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. ഈ സെൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു കോമൺ ഒറിജിനാണ്. എല്ലാം ഉണ്ടായിട്ടുള്ളത് ഒരേ സ്ഥലത്തു നിന്നായിരിക്കും. അതേപോലെ തന്നെ അത് ഒരു സ്പെസിഫിക് ഫങ്ഷനും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂസ് മീൻസ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഹാവ് കോമൺ ഒറിജിൻ ആയിരിക്കും. അതുപോലെ തന്നെ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ, ഒരു പ്രത്യേക ഫങ്ഷനും ടിഷ്യൂസ് നിറവേറ്റാറുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ടിഷ്യൂസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാൻസ് ആണ് പ്ലാന്റ്സും എനിമൽസും ഒക്കെ. അതായത് ഒന്നിൽ കൂടുതൽ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ടിഷ്യൂസാണ് നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന മൾട്ടി സെല്ലുലാർ ഓർഗാൻസ് ആയിട്ട് നമ്മൾ മാറിയിട്ടുള്ളത്. ആ ഒരു സിംഗിൾ സെല്ലിനാണ് നമ്മൾ സൈഗോട്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ സൈഗോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ടായി ഫീറ്റസ് ആയിട്ട് മാറി. ഈ ഫീറ്റസിലുള്ള സെല്ലിനെയാണ് നമ്മൾ ഫീറ്റൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫീറ്റൽ സെല്ല് ഇപ്പോൾ സൈഗോട്ട് എന്ത് ചെയ്തു, സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫീറ്റസ് ആയിട്ട് ഫോം ചെയ്ത്. ഈ ഫീറ്റസിലുള്ള സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ഷേപ്പും സൈസും കണ്ടൻറ്റും ആണ്. ഡിഫറെൻറ്റ് ഷേപ്പും സൈസും കണ്ടൻറ്റും ആണ് ഫീറ്റൽ സെല്ലിൽ. അങ്ങനെ നമ്മുടെ ഫീറ്റൽ സെല്ല് ഗ്രാജുവലി എന്ത് സംഭവിക്കുക, ആ ഫീറ്റൽ സെല്ലിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും മാറാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അങ്ങനെ അത് ഒരു പ്രത്യേക തരം ഫങ്ഷനും സ്ട്രക്ചറും അറ്റൈൻ ചെയ്യും. അപ്പോൾ ഫീറ്റൽ സെല്ലിൽ അറ്റൈൻ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഫീറ്റൽ സെല്ലിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ചേഞ്ച് ചെയ്തിട്ട് ഒരു പ്രത്യേക ഫങ്ഷനും അത് നേടിയെടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഫീറ്റൽ സെല്ല് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, നെർവ് സെല്ലായിട്ടും. അതായത് ഫീറ്റൽ സെല്ലിൻ്റെ ചില ഭാഗങ്ങൾ എന്താവും, നെർവ് സെല്ലായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ നെർവിൻ്റെ ഫങ്ഷൻസ് ആണ് ആ ഒരു സെല്ല് നിർവഹിക്കുക. പിന്നെ കുറച്ച് ബോൺ സെൽസ് ആവും, ബ്ലഡ് സെൽസ്,
മസിൽ സെൽസ്, ഇങ്ങനെ ഒരുപാട് സെൽസായിട്ട് ആ ഫീറ്റൽ സെല്ല് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതേ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീറ്റൽ സെല്ല് ആദ്യം പ്രത്യേക ഒരു ഫങ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതിൽ നിന്ന് നമ്മുടെ ഫീറ്റൽ സെല്ല് ഒരു പ്രത്യേക ഫങ്ഷനും സ്ട്രക്ചറും അറ്റൈൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷിയേഷൻ മീൻസ് ദ ഫീറ്റൽ സെൽ ഗ്രാജുവലി അറ്റൈൻ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ആ ഒരു പ്രോസസ്, ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് സെൽ ഡിഫറൻഷിയേഷൻ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ സൈഗോട്ട് സിംഗിൾ സെല്ലാണ്. ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഫീറ്റസ് ഉണ്ടാവും. ആ ഫീറ്റസിലുള്ള സെല്ലിനെയാണ് നമ്മൾ ഫീറ്റൽ സെല്ലെന്ന് പറയുന്നത്. ഈ ഫീറ്റൽ സെല്ലിൻ്റെ പ്രത്യേകതയാണ് ഡിഫറെൻറ്റ് ഷേപ്പും സൈസും കണ്ടൻറ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഗ്രാജ്വലി നമ്മുടെ ഫീറ്റൽ സെല്ല് ഒരു പ്രത്യേക തരം ഫങ്ഷൻസ്, ഓരോ ഫീറ്റൽ സെല്ലിലുള്ള ഓരോ സെൽസും ഒരു പ്രത്യേക തരം സ്ട്രക്ചറും ഫങ്ഷനും അറ്റൈൻ ചെയ്യും, നേടിയെടുക്കും. അതിനെയാണ് നമ്മൾ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പല ടൈപ്പ് സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. നെർവ് സെൽ, ബോൺ സെൽ, ബ്ലഡ് സെൽ, മസിൽ സെൽസ് പോലെയുള്ള പലതരത്തിലുള്ള സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലാണ് സ്റ്റെം സെൽസ്. അപ്പോൾ നമുക്ക് സ്റ്റെം സെൽസ് എന്താണെന്ന് നോക്കാം. സ്റ്റെം സെൽ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. സ്പെഷ്യലൈസ്ഡ് സെൽസ്. ഈ സെൽസിന് ബാക്കി ഏത് തരം സെല്ലായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് സ്റ്റെം സെല്ല്. ഈ സെൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാൻ ട്രാൻസ്ഫോം ഇൻടു എനി കൈൻഡ് ഓഫ് സെൽസ്. ഏത് സെൽസായിട്ട് മാറാനുള്ള കഴിവും സ്റ്റെം സെൽസിനുണ്ട്. അപ്പോൾ സ്റ്റെം സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടത്താറുണ്ട്? ഡിഫറൻഷിയേഷൻ നടത്തും. കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫറൻഷിയേഷൻ നടത്തും. അങ്ങനെയാണ് ഓരോ സെൽസായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെം സെൽസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ സ്റ്റെം സെൽസ് അതേപോലെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും സെല്ലായിട്ട് മാറും. അപ്പോൾ ഇതാണൊരു സ്റ്റെം സെല്ലെങ്കിൽ ഇത് നമ്മുടെ സ്റ്റെം സെല്ല്. ഈ സ്റ്റെം സെല്ല് ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് വേറെ സെല്ലായിട്ട് മാറും, ട്രാൻസ്ഫോം ഇൻടു അനദർ സെല്ല്. ഏതെങ്കിലും സെല്ലായിട്ട് മാറും. അല്ലെങ്കിൽ ഈ സ്റ്റെം സെല്ല് അതേപോലെ തന്നെ നിൽക്കും, ഒരു ഡിവിഷനൊന്നും നടക്കാണ്ട് അങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ എക്സിസ്റ്റ് ആസ് സച്ച്, അതുപോലെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടിഷ്യൂസിലുള്ള ഏതെങ്കിലും ഒരു സെല്ല് നശിച്ചു പോയാൽ ഈ സ്റ്റെം സെൽസ് ആണ് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ആ ഒരു ഡിസ്ട്രോയ് ചെയ്ത സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെം സെൽസിനെ മെയിനായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് ബോൺ മാരോ, സ്കിന്ന്, ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, ഇവിടെയൊക്കെ നമുക്ക് സ്റ്റെം സെൽസിനെ കാണാൻ വേണ്ടി പറ്റും. അടുത്ത് നമുക്ക് ഡിഫറെൻറ്റ് എനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എനിമൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ മെയിൻലി 4 തരത്തിലുള്ള എനിമൽ ടിഷ്യൂസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് നമ്മുടെ ബോഡീനെ കവർ ചെയ്യുന്നതും, കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ ബോഡി, ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ നമുക്ക് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഇന്നർ വാളിനെ ലൈൻ ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഇന്നർ വാളിൽ ലൈൻ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റാറുണ്ട്.
അതേപോലെ തന്നെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ അബ്സോർപ്ഷൻ, പിന്നെ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. അപ്പോൾ ഇതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് നെർവസ് ടിഷ്യൂ. അപ്പോൾ നെർവസ് ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നെർവസ് ടിഷ്യൂ ആണ് നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. അപ്പോൾ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഇപ്പോൾ നെർവസ് ടിഷ്യൂ എന്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്? നമ്മുടെ ബോഡിയുടെ ഇൻസൈഡോ അല്ലെങ്കിൽ ഔട്ട്സൈഡോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നെർവസ് ടിഷ്യൂ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മെഴുകുതിരി, തീ കത്തുന്നൊരു മെഴുകുതിരിൻ്റെ തീയിൽ വിരൽ തൊട്ടാൽ നമ്മുടെ അപ്പം തന്നെ ചൂടായിട്ട് വലിക്കും. അത് നമ്മുടെ നെർവസ് ടിഷ്യൂയിലൂടെ സിഗ്നൽ വരുന്നതാണ് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നെർവസ് ടിഷ്യൂ എനാബിൾസ് ടു റെസ്പോണ്ട് ഐഡൻറ്റിഫൈയിങ് ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. അപ്പോൾ ബോഡിയുടെ പുറത്തോ അകത്തോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെർവസ് ടിഷ്യൂ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മൂന്നാമത്തേതാണ് മസ്കുലാർ ടിഷ്യൂ. ഈ മസ്കുലാർ ടിഷ്യൂ ആണ് നമ്മൾ ബോഡിയുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മസിൽസിലുള്ള ടിഷ്യൂ ആണ് മസ്കുലാർ ടിഷ്യൂ. അപ്പോൾ എനാബിൾസ് മൂവ്മെൻറ്റ് ഓഫ് ബോഡിയുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് മസ്കുലാർ ടിഷ്യൂ ആണ്. അപ്പോൾ ഈ മസ്കുലാർ ടിഷ്യൂവിൽ എങ്ങനെയുള്ള സെൽസാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെൽസാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത്. അപ്പോൾ ഈ മസ്കുലാർ ടിഷ്യൂസിലെ muscular tissue consists of cells that can contract, ചുരുങ്ങാനും പറ്റും. ആ കോൺട്രാക്റ്റ് ചെയ്തിട്ടുള്ള സെൽസ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ടും പറ്റും. ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. ഇതാണ് മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വണ്ണാണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പ്രത്യേകതയാണ് ഇത് ബാക്കിയുള്ള ടിഷ്യൂ ആയിട്ട് കണക്ട് ചെയ്യുക, ഡിഫറെൻറ്റ് ടിഷ്യൂസിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഐദർ കണക്ട്സ് ഡിഫറെൻറ്റ് ടിഷ്യൂവിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക, ആക്ട് ആസ് എ സപ്പോർട്ട് ടു ദം. ഇപ്പോൾ പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ കാണാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോണ്, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂസ്, ബ്ലഡ്, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ പല രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് മോസ്റ്റ് ഡൈവേഴ്സ് ആണ്, അതേപോലെ തന്നെ ലാർജസ്റ്റ് ഇൻ നമ്പർ ആണ്. നമുക്ക് ഒരുപാട് കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ ബോഡിയിലുണ്ട്, ലാർജസ്റ്റ് ഇൻ നമ്പർ. അപ്പോൾ നമുക്കാദ്യം ടെൻഡൻസും ലിഗമെൻറ്റ്സും എന്താണെന്ന് നോക്കാം.
ഇപ്പോൾ ടെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ പറഞ്ഞതാണ് ടെൻഡൻസ്. ടെൻഡൻസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മസിൽസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെൻഡൻസ്. അപ്പോൾ കണക്റ്റ് മസിൽസ് ടു ദ ബോൺസ്, ഇതിനാണ് ടെൻഡൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് ബോൺസിന് 2 ബോൺ ഉണ്ടെങ്കിൽ ആ 2 ബോണിനെയും കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ലിഗമെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ലിഗമെൻറ്റ്സ് കണക്ട്സ് ബോൺസ് ടുഗെദർ. അപ്പോൾ ഇതാണ് ടെൻഡൻസിൻ്റെയും ലിഗമെൻറ്റ്സിൻ്റെയും പ്രോപ്പർട്ടി. ഇനി അടുത്തത് നമുക്ക് ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഫൈബ്രസ് ടിഷ്യൂ. ഫൈബ്രസ് ടിഷ്യൂ ആണ് നമ്മുടെ കണ്ണും കിഡ്നിയും ഒക്കെ അതിൻ്റെ സ്ഥലത്ത് തന്നെ നിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ഫൈബ്രസ് ടിഷ്യൂ. ഫൈബ്രസ് ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കണ്ണ് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നതും കിഡ്നിയൊക്കെ ആ ഒരു പ്രോപ്പർ പ്ലേസിൽ നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫൈബ്രസ് ടിഷ്യൂ ഹോൾഡ് ഐസ് ആൻഡ് കിഡ്നി ഇൻ പ്രോപ്പർ പ്ലേസ്. ഇപ്പോൾ നമുക്ക് പറയാം ഫൈബ്രസ് ടിഷ്യൂ ബാക്കിയുള്ള ടിഷ്യൂസിനെ കണക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ. ഇനി അടുത്ത് നമുക്ക് ബോൺസ് ആൻഡ് കാർട്ടിലേജിനെ കുറിച്ച് നോക്കാം. ബോൺസ് ആൻഡ് കാർട്ടിലേജ്. ഈ ബോൺസ് ആൻഡ് കാർട്ടിലേജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത്. മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ബോൺസും കാർട്ടിലേജസും ആണ്. പിന്നെ അതേപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബോഡിക്ക് ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഡെഫിനിറ്റ് ഷേപ്പ് ടു ബോഡി. ഇതൊക്കെയാണ് ബോൺസും കാർട്ടിലേജസും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോൺസും കാർട്ടിലേജസും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കവറും ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റിബ്സൊക്കെ നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ, അത്. അപ്പോൾ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻസ്. ഇനി അടുത്തതാണ് ബ്ലഡ്. അപ്പോൾ നമുക്ക് നോക്കാം ബ്ലഡ് എങ്ങനെയാണ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആയതെന്ന്. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ടിഷ്യൂ ആണ്. ബ്ലഡ് നമുക്ക് ഫ്ലൂയിഡ് ആയിട്ടല്ലേ കാണാൻ പറ്റുക. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ടിഷ്യൂ ആണ്. അപ്പോൾ ബ്ലഡിൻ്റെ ഫങ്ഷനാണ് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. പല രീതിയിലുള്ള മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നത് ബ്ലഡാണ്. അപ്പോൾ ബ്ലഡ് ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് കണ്ടക്റ്റ് എന്നും പറയാം, ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ റെസ്പിറേറ്ററി ഗ്യാസ് ഇല്ലേ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ, അത് ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ റെസ്പിറേറ്ററി ഗ്യാസസ് അത് ട്രാൻസ്പോർട്ട് ചെയ്യും. പിന്നെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഡിസീസ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ബോഡി റെസിസ്റ്റൻറ്റ് ടു ഡിസീസസ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടിഷ്യൂസിനെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബോണ്, ഫൈബ്രസ് ടിഷ്യൂ, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്, ബ്ലഡ്, കാർട്ടിലേജ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെൻഡൻസ് മസിലിനെയും ബോണിനെയാണ് കണക്ട് ചെയ്യുന്നത്. ലിഗമെൻറ്റ്സ് ബോൺസിനെ ടുഗദറായിട്ട് കണക്ട് ചെയ്യുക. ഫൈബ്രസ് ടിഷ്യൂ ആണ് നമ്മളെ ഐസും കിഡ്നീസും ഒക്കെ ആ ഒരു പ്രോപ്പർ പ്ലേസിൽ നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ബോൺസും കാർട്ടിലേജും നമുക്ക് മൂവ്മെൻറ്റ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, ഷേപ്പ്,
അതേപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്, കവറും ചെയ്യുന്നുണ്ട്. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ടിഷ്യൂ ആണ്. മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ള എനിമൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ പ്ലാന്റ് ടിഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോ പാർട്ട് 2 വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മോക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ കൂടി കാണാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു എവ്രിവൺ.